ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മള് KW ഓപ്പറേറ്ററിന്റെ എക്സാം ഡേറ്റ് ആയല്ലേ? ഈ മാസം 14-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റിവിഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതിന്റെ ഒരു മോക്ക് എക്സാം, മനോരമ തൊഴിൽ വീതിയുടെ മോക്ക് എക്സാം വിത്ത് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ആയിട്ടാണ് വന്നത്. നമ്മൾ ഇതിന്റെ KSB വർക്കറിന്റെ ഒക്കെ കുറേയൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് KW ഓപ്പറേറ്ററിന് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു തോട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നതായിട്ട് ശ്രദ്ധിപ്പെട്ടവർ കണ്ടക്ടൻസ് അല്ലെ. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/R ആണ്. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താ? കണ്ടക്ടൻസിന്റെ യൂണിറ്റ് പറഞ്ഞത് സീമെൻസ് ആണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, എ കോപ്പർ വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 8 ohm. If both length and diameters are doubled, then the new resistance will be. നമുക്കറിയാം ആർ ഈസ് നത്തിങ് ബട്ട് റോ ഇൻറ്റു എൽ ബൈ എ ആണ്. അല്ലേ? അപ്പൊ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു എൽ ഡാഷ്. എൽ ഡാഷ് എന്ന് പറയുമ്പോൾ എന്താ, ലെങ്ത് ഡബിൾ ചെയ്തു. പിന്നെ ഏരിയ ഡബിൾ ചെയ്തു. ഏരിയ ഡബിൾ ചെയ്ത് പറയുമ്പോൾ സോറി, ഡയമീറ്റർ എന്ത് ചെയ്തു, ഡബിൾ ചെയ്തു. ഡയമീറ്റർ ഡബിൾ എന്ന് പറയുമ്പോൾ ഏരിയ എന്ത് ചെയ്യും, 4 ടൈംസ് 4 എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, റോ ഇൻറ്റു എൽ ബൈ എ ഇൻറ്റു 2/4. അപ്പോ 1/2 ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോ ഇത് എത്രയാണ്, 8 ആവുമ്പോൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 8/2 4 ഓം ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെമ്പറേച്ചർ ക്വസ്റ്റൻ ഓഫ് റെസിസ്റ്റൻസ് ഫോർ ദി കാർബൺ. കാർബൺ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ ക്വസ്റ്റൻ ആണ് ഉണ്ടാവുക. ഓക്കെ, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ എന്തെങ്കിലും റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ടെമ്പറേച്ചർ ക്വസ്റ്റൻ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി ഇലക്ട്രിക്കൽ പവർ ഓഫ് പി ഈസ് നത്തിങ് ബട്ട് വി സ്ക്വയർ ബൈ ആർ. കറക്റ്റ് ആണ്. പി എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ഇൻറ്റു ആർ. കറക്റ്റ് ആണ്. 1 HP എന്ന് പറയുമ്പോൾ 746 വാട്ട്സ്. കറക്റ്റ് ആണ്. പവർ ഫാക്ടർ ഈസ് ഓൾവേസ് നിയർ ദ യൂണിറ്റ് എന്നോ, അതല്ലല്ലോ. Okay. അപ്പൊ 1, 2 and 3 ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. The insulation resistance of electrical installation should be എന്തായിരിക്കണം, ആസ് ഹൈ ആസ് പോസിബിൾ ആയിരിക്കണം അല്ലെ. ആസ് ഹൈ ആസ് പോസിബിൾ ആയിരിക്കണം. ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, 5 cells each of EMF 1.5 volt and internal resistance of 0.5 ohm are connected in series. ടോട്ടൽ EMF ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം 5 1.5 വോൾട്ട്. അപ്പൊ ടോട്ടൽ എന്ന് പറയുമ്പോൾ 5 × 1.5 വോൾട്ട് 7.5 വോൾട്ട് ആണ് വരുന്നുണ്ടാവുക. പിന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് 0.5 ആണ്. അതേപോലെ 5 ഉണ്ടാവും. 5 അപ്പം 2.5 ഓം. 7.5 2.5 ഓം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് എ ഡയലക്ട്രിക് ഇൻ പേപ്പർ കപ്പാസിറ്റർ. പേപ്പർ കപ്പാസിറ്റർ നമുക്ക് അവിടെ വാക്സ്ഡ് അല്ലെങ്കിൽ ഓയിൽഡ് പേപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് അല്ലെ. ആർ ഇസ് നത്തിങ് ബട്ട് റോ ഇൻറ്റു എൽ ബൈ എ ആണ്. അപ്പൊ റോ എന്ന് പറഞ്ഞാലോ ആർ ഇൻറ്റു എ ബൈ എൽ ആണ്. അപ്പൊ ഓം മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ അല്ലെ. അപ്പൊ ഓം പെർ മീറ്റർ ആണ് വരുന്നുണ്ടാവുക. അപ്പൊ ഇത് റെസിസ്റ്റിവിറ്റി ആണ്. അപ്പൊ കണ്ടക്ടിവിറ്റി പറയുമ്പോൾ ഇതിന്റെ റിവേഴ്സ്. അപ്പൊ 1/Ohm മീറ്റർ അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് വരിക, ഓമീറ്റർ അല്ലേ, സോറി ഓമീറ്റർ ആണ് തെറ്റിക്കാരൻ. ഓക്കെ, ഓമീറ്റർ സ്ക്വയറും മീറ്ററും പോയി. അപ്പൊ ഓമീറ്റർ. അപ്പൊ 1/Ohm മീറ്റർ എന്താ 1/Ohm എന്ന് പറഞ്ഞാൽ സീമെൻസ് ആണ്. അപ്പൊ സീമെൻസ് പെർ മീറ്റർ. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. ഓക്കെ, തെറ്റിക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി ബാറ്ററീസ്. പ്രൈമറി സെൽസ് കാനോട്ട് ബി റീചാർജ്. കറക്റ്റ് ആണ്. സെക്കൻഡറി സെൽസ് ക്യാൻ ബി റീചാർജ് മൾട്ടിപ്പിൾ ടൈംസ്. കറക്റ്റ് ആണ്. ഡ്രൈ സെല്ല് അല്ല. പിന്നെ ലെഡ് ആസിഡ് ബാറ്ററീസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി സെൽ. കറക്റ്റ് ആണ്. 1, 2 and 4 ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. 1, 2 and 4. An electric kettle rated 2 kilowatts 230 watt is used for 30 minutes. The energy consumed is.
നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പവർ ഇൻറ്റു ടൈം ആണ്. അപ്പോൾ 2 kW നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 30 മിനിറ്റ്സ് ആണ്. അപ്പോൾ 30 മിനിറ്റ്സ് നമുക്ക് യൂണിറ്റ് അവറിലേക്ക് മാറ്റാം. അപ്പോൾ മിനിറ്റ്സിനെ ഹവറിലേക്ക് മാറ്റുമ്പോൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 30/60. അപ്പൊ 2 × 30/60. അപ്പൊ 1 kWh. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റീസ്. പെർമനന്റ് മാഗ്നറ്റീസ് നമുക്ക് എന്താ പറയാൻ പറ്റും? എന്തായിരിക്കണം? അൽനിക് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഇതിലിപ്പം സോഫ്റ്റ് അയൺ പറഞ്ഞു. സോഫ്റ്റ് അയണും അതേപോലെ സിലിക്കൺ ഒക്കെ നമുക്ക് എന്ത്, അല്ലെങ്കിൽ സിലിക്കൺ സ്റ്റീലൊക്കെ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? എന്താ പറയണ്ടേ, ഒരു ടെമ്പററി ആയിട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാം അല്ലെ. ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ കാൽനിക്കോൺ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. പിന്നെ സീരീസ് സർക്യൂട്ട് ഇഫ് വൺ ലാമ്പ് ബേൺസ് ഔട്ട്. സീരീസ് സർക്യൂട്ട് ആകുമ്പോൾ ഒരു ലാമ്പ് ബേൺ ആയി കഴിഞ്ഞാൽ എല്ലാ ലാമ്പും എന്ത് ചെയ്യും? ബേൺ ഔട്ട് ആവും. ഓൾ ലാംപ്സ് ഗോ ഔട്ട് അല്ല. ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ്. ഹിസ്റ്ററിസിസ് ലോസ് ഇൻ മാഗ്നറ്റിക് മെറ്റീരിയൽ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് മെറ്റീരിയൽ വിത്ത് സ്മോൾ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഏരിയ അല്ലെ. സച്ച് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഡ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി വയർ ഗേജസ്. SW ആണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്, കറക്റ്റ് ആണ്. വയർ ഗേജ് നമ്പർ മീൻസ് സ്മോളർ വയർ ഡയമീറ്റർ. AW സ്റ്റാൻഡ് ഫോർ അമേരിക്കൻ വയർ ഗേജ്. ലോവർ ഗേജ് നമ്പർ മീൻസ് സ്മോളർ വയർ മീറ്റർ അല്ല. അപ്പൊ 1, 2 and 3 ബോത്ത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 1, 2 and 3 ആണ് കറക്റ്റ്. The phenomenon of producing EMF by changing the magnetic flux is called the electromagnetic induction. ഓപ്ഷൻ സി ആണ് ബെറ്റർ. സിമ്പിൾ കാര്യം അല്ലേ. The electric field intensity inside a charged hollow sphere is. ഇൻസൈഡ് ചാർജ്ഡ് ഹോളോ സ്പിയർ അല്ലെങ്കിൽ കണ്ടക്ടിങ് സ്പിയർ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? അത് 0 ആയിരിക്കും അല്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് കാരണം അല്ല. Two capacitors 8 and 12 microfarad are connected in series across 100 volt. The voltage across 8 microfarad capacitors. നമുക്ക് അവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. ടോട്ടൽ 100 ആണ്. അപ്പോ ഡിവൈഡ് ബൈ 8 + 12. അക്രോസ് 8 ആയതുകൊണ്ട് മുകളിൽ 12. 60 വാട്ട്. ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. വോൾട്ടേജ് ഡിവിഷൻ റൂൾ. Consider the following statement about the magnetic circuits. MMF is analogous to EMF, correct ആണ്. Flux is analogous to current, electric circuit, correct ആണ്. Permeance is reciprocal of reluctance, correct ആണ്. പിന്നെ reluctance increases with increasing permeability ആണോ? അല്ല. അപ്പൊ 1, 2 and 3 ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. The leakage flux in a magnetic circuit is. ഇതിലെ ബെറ്റർ ചോയ്സ് ഡസ് നോട്ട് ലിങ്ക് വിത്ത് ദി ബോത്ത് ദി കോയിൽസ് അല്ലെ. ലിങ്ക് ചെയ്യുന്നില്ലല്ലോ ലീക്കേജ് ഫ്ലക്സ്. യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, സോറി മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ, ആംബിയർ പെർ മീറ്റർ അല്ലേ. ഓക്കെ, ആംബിയർ പെർ മീറ്ററിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. A coil of 200 turns carries a current of 5 ampere. The MMF produced. MMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുമ്പോൾ ആംബിയർ ടേൺസ് ആണ്. അപ്പൊ 5 × 200. MMF എന്ന് പറഞ്ഞാൽ NI. ഓക്കെ, MMF എന്ന് പറഞ്ഞാൽ NI ആണ്, നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറന്റ്. ഓക്കെ, 200 × 5 അപ്പൊ 1000 ആംബിയർ ടേൺസ് ആണ് ബെറ്റർ ചോയ്സ്. ഓക്കെ, എഡ്ഡി കറന്റ്സ് ആർ റെഡ്യൂസ്ഡ് ബൈ. എഡ്ഡി കറന്റ് റെഡ്യൂസ് ആണെങ്കിൽ നമുക്ക് അവിടെ ലാമിനേറ്റഡ് കോഴ്സ് യൂസ് ചെയ്താൽ മതി അല്ലെ. 2 phases sum of 2 equal voltages 90° apart is. √2 അല്ലെ. 50 Hz AC supply is connected to 100 microfarad capacitor. The capacity reactance is. നമുക്കറിയാം കപ്പാസിറ്റി റിയാക്ടൻസ് എക്സ് എന്ന് പറഞ്ഞാൽ 1/2π FC ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/2π × ഫ്രീക്വൻസി ആണ്.
into 100 into 10 raised to minus 6. ഓക്കെ, അപ്പോ ഇത് കാൽക്കുലേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണോ? നോക്കാം. 10 raised to minus 3. അപ്പോൾ 10 ക്യൂബ് ഡിവൈഡ് ബൈ 2 into 5 10 into 5. 1000 ഡിവൈഡ് ബൈ 31.4 1000. അപ്പൊ 30 സംതിങ് ആണ്. ഓക്കെ, 30 into 30 എന്ന് പറയുമ്പോൾ 900. അപ്പൊ 31 into സംതിങ് 900ന്റെ അടുത്തുള്ള വാല്യൂ പറയുമ്പോൾ 31.83. ഇതേപോലെ നമ്മൾ കണ്ടുപിടിക്കുക, അല്ലാതെ നമുക്ക് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതേപോലുള്ള ലോജിക്കുകൾ വെച്ചിട്ട് എന്താ നമ്മൾ ആൻസറിലേക്ക് എത്താവുന്നതാണ്. പെട്ടെന്ന് കാണുമ്പോൾ എന്താ കൺഫ്യൂഷൻ ആയിരിക്കും, പെട്ടെന്ന് കാണുമ്പോൾ കാൽക്കുലേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് പോലെ തോന്നി. പക്ഷെ നമ്മൾ ആൻസറിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് എത്തി. അപ്പൊ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും പെട്ടെന്ന് എന്താ ഇതേപോലെ നോക്കി നോക്കി പോവുക. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി പവർ ഫാക്ടർ. കൊസൈൻ ആണ്, പിന്നെ എന്താ യൂണിറ്റി പവർ ഫാക്ടർ ഇൻ ഫേസ് ആണ്. ഓക്കെ, ലാഗിൻ പവർ ഫാക്ടർ കപ്പാസിറ്റി ലോഡ് ആണോ? അല്ല, ഫോർ ദി സെയിം. ഓക്കെ, ഇപ്പൊ 1 to n ഫോർ ഓപ്ഷൻ ഡി ആണ് ബെസ്റ്റ് ചോയ്സ്. കപ്പാസിറ്റി ലോഡ് ആകുമ്പോൾ എന്താണെന്ന് എല്ലാവരും നിങ്ങൾ തല കമാൻഡ് ചെയ്യുക. സ്കിൻ എഫക്ട് ഇൻ എ സി കണ്ടക്ടേഴ്സ് കോസസ്. സ്കിൻ എഫക്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താ നമ്മുടെ ഔട്ടർ മോസ്റ്റ് അല്ലെ, അതായത് നമ്മുടെ സർഫസിൽ എന്താ സംഭവിക്കുക, അവിടെ കറന്റ് കോൺസെൻട്രേഷൻ ഉണ്ടാകും. കറന്റ് കോൺസെൻട്രേഷൻ അറ്റ് ദി സർഫസ് അല്ലെ. In a balanced three-phase system, the algebraic sum of three line voltages is എന്തായിരിക്കും? 0 ആയിരിക്കും. algebraic sum 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. A three-phase delta connected load has a phase impedance of 30 ohm if the line voltage is 400 volt. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈൻ കറണ്ട് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഡെൽറ്റ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വി ഫേസ് ഷുഡ് ബി സി ഈക്വൽ ടു വി എൽ ആണ്. ഐ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 400/30 40/3 40/3 എന്ന് പറയുമ്പോൾ 3 4 12. അപ്പൊ 30-ല് 3 ഓട്ടം പോയി, അല്ല 10 ഓട്ടം പോയി, ബാക്കി 13. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 13 എടുക്കാം. അപ്പൊ ലൈൻ കറന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? √3 ടൈംസ് 30. അപ്പൊ 1.73 into 30. അപ്പൊ ബെറ്റർ ചോയ്സ് എന്താ? 13 അല്ല, എന്തായാലും 7 അല്ല, 40ന്റെ അടുത്തേക്കൊന്നും പോകില്ല ഒരിക്കലും. അപ്പൊ ബെറ്റർ ചോയ്സ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ആ ഒരു രീതിയിൽ അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാം. ന്യൂട്രൽ വയറിന്റെ ബാലൻസ്ഡ് ത്രീ ഫേസ് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം കാരീസ്. ന്യൂട്രൽ കറന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ദ അഡ്വാൻറ്റേജ് ഓഫ് ത്രീ ഫേസ് സിസ്റ്റം ഓവർ സിംഗിൾ ഫേസ് ഈസ് the less copper required for the same power transmission. അല്ലെ, എ ആണ് ബെറ്റർ ചോയ്സ്. The deflecting torque in a measuring instrument is produced by deflecting torque എന്താ? കൺട്രോളിംഗ് സിസ്റ്റം, ഡാമ്പിംഗ് സിസ്റ്റം അങ്ങനെ പറയാണ്ടില്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന രീതിയിൽ അവിടെ പറയാം. Consider the following statements about the instrument errors. Gross errors due to human mistakes. Systematic errors affect all readings in a same manner. The random errors can be reduced by taking average of multiple readings. കറക്റ്റ് ആണ്. പാരലാക്സ് എറർ occurs due to wrong scale position. കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി ബോ ആണ് ബെറ്റർ ചോയ്സ്. പിന്നെ വാട്ട് മീറ്റർ ദ കറന്റ് കോയിൽ കാരീസ്. വാട്ട് മീറ്റേഴ്സിന്റെ കേസിൽ എന്താ? കറന്റ് കോയിൽ എപ്പോഴും എന്തായിരിക്കും? ലോഡ് കറന്റ് ആയിരിക്കും ക്യാരി ചെയ്യുന്നുണ്ടാവുക. ഡാമ്പിംഗ് ഇൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഇസ് പ്രൊവൈഡഡ്. ഡാമ്പിംഗ് എന്തിനാ? നമുക്ക് അവിടെ പോയിന്റർ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റഡി പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി അല്ലെ, അതല്ലെങ്കിൽ റെസ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വിത്തൗട്ട് എനി ഓസിലേഷൻസ് കുറക്കാന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ സി, ബ്രിങ് ദ പോയിന്റർ ടു റെസ്റ്റ് ക്വിക്ലി വിത്തൗട്ട് ദി ഓസിലേഷൻ. CT has ratio 100:5 if the primary current is 80 and the secondary current is. നമുക്ക് അവിടെ അറിയാം CT റേഷ്യോ നമുക്ക് അവിടെ 100/5 നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 20/1. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ സെക്കൻഡറി കറണ്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി കറണ്ട് I2 is nothing but 80/20. അപ്പോ 4. ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. Kelvin's double bridge is used for the measurement of. നമ്മൾ അവിടെ കോഡ് പഠിച്ചിട്ടില്ല, ക്യാപ്പ്
വാസോ LMD നമ്മൾ കൃത്യമായിട്ട് അവിടെ കോഡ് പഠിച്ചത്. അപ്പോ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്, ലോ, മീഡിയം, ഹൈ. ഓക്കെ, ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കാപ്പ് യൂസ് ചെയ്യും. മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വാസോ യൂസ് ചെയ്യും. ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് LMDയും യൂസ് ചെയ്യും. അപ്പൊ ക്യാപ്പ് എന്ത് ചെയ്യാം, ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ലോഡിംഗ് എഫക്ട് ഓഫ് എ വോൾട്ട്മീറ്റർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ്. ലോഡിംഗ് എഫക്ട് ഒഴിവാക്കുന്നത് നമ്മുടെ ഹൈ റെസിസ്റ്റൻസ് വോൾട്ട്മീറ്റേഴ്സ് ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ദ ലെറ്റ് ഗോ കറന്റ് ഫോർ ഹ്യൂമൻ ബോഡി ഈസ് അപ്രോക്സിമേറ്റ്ലി 10 to 15 mA എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. 10 to 15 mA ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, സോറി, ഡയറക്റ്റ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ, കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് അവിടെ ഇലക്ട്രിക്കൽ ആക്സിഡൻസിനെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്ത് വരിക? ഇതില് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയട്ടെ. ഇതിലൊക്കെ നോക്കണം. ഇത് നമ്മൾ സിലബസിലുണ്ട് ഉണ്ടല്ലോ അല്ലെ, ഷോക്സ് കാര്യങ്ങളൊക്കെ. 5ാമത്തെ മൊഡ്യൂൾ അല്ലെ, അങ്ങനെ എന്തല്ലോ വന്നേക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഞാൻ താഴെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഡ്യൂറിംഗ് ദ റെസ്ക്യൂ ഓഫ് ഇലക്ട്രിക് ഷോക്ക് വിക്ടിം ദ റെസ്ക്യൂർ ഷുഡ് ബി എന്തായിരിക്കണം? യൂസ് ഡ്രൈ വുഡൻ സ്റ്റിക്ക് ഓർ റബ്ബർ ഗ്ലൗസ് ടു സെപ്പറേറ്റ് ദ വിക്ടിം അല്ലെ. ദ കപ്പാസിറ്റി ഓഫ് എ ബാറ്ററി ഇസ് മെഷേർഡ് ഇൻ ആംപിയർ അവേഴ്സ്. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. A 100 ampere, a 100 Ah battery can supply 5 ampere current for how many hours theoretically? Theoretically എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 100 ampere hour ആണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 5 ampere ആണ്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് എത്ര വരും? 100/15, 20 hours എന്നുള്ള രീതിയിൽ ആൻസർ എത്തി. ഓക്കെ, ദ പർപ്പസ് ഓഫ് ചാർജ് കൺട്രോളർ ഇൻ സോളാർ സിസ്റ്റം is to prevent the overcharging and deep discharging of the battery അല്ലെ. ദ ഫിൽ ഫാക്ടർ ഓഫ് എ സോളാർ സെൽ ഇൻഡിക്കേറ്റ്സ്. ഫിൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താ പറയാ? സോളാർ സെല്ലിന്റെ VI കറന്റ് ബേസ് ആയിട്ടുള്ള കാര്യമായിരിക്കും അല്ലെ. അപ്പൊ അത് എഫിഷ്യൻസിനെ ബേസ് ആയിട്ടാണ് അല്ലെ. അപ്പം ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി സോളാർ സെൽ എന്നുള്ള രീതിയിൽ നമുക്കവിടെ പറയാം. ദ ടേം ICDP ഇൻ സ്വിച്ചസ് മീൻസ് ദ അയൺ ക്ലാഡ് ഡബിൾ പോൾ അല്ലെ. ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി ഇലുമിനേഷൻ. ഇലുമിനേഷൻ is luminous flux is measured in lumens. Illumination is measured in lux. Uh, efficiency of the lamp is measured in lumens per watt. LEDs lamps have lower efficiency ആണോ? അല്ല. അപ്പോ ഓപ്ഷൻ ബി 1, 2, 3 are correct. The earth continuity conductor in domestic wiring should have the minimum cross section area of അത്ര 2.5 mm square അല്ലെ. 2.5 mm square. The resistance of the earth electrode should be measured in when the ground is dry ആയിരിക്കണം. ഡ്രൈ ആണെന്നുണ്ടെങ്കിലായിരിക്കും ബെറ്റർ ആവുക. സീലിംഗ് റോസ് ഈസ് യൂസ്ഡ് ഫോർ, നമുക്ക് അവിടെ സീലിംഗ് എന്താ പറയണ്ടേ, സീലിംഗ് ഫാനോ അല്ലെങ്കിൽ ലാമ്പോ അല്ല, സീലിംഗ് ഫാനോ ലാമ്പോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ സീലിംഗ് റോസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. A room requires illumination of 400 lux. If the room area is 20 meter square, the total luminous flux required is. ടോട്ടൽ ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമുക്ക് ഇലുമിനേഷൻ ഇൻറ്റു ഏരിയ അല്ലെ. അപ്പോ ഇലുമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കവിടെ 400 നമുക്കവിടെ തന്നിട്ടുണ്ട്. 20 മീറ്റർ സ്ക്വയർ നമുക്കവിടെ തന്നിട്ടുണ്ട്. ഈസ് നത്തിങ് ബട്ട് 8000 ലൂമിനസ്. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. ഓക്കെ, ക്ലിയർ ആണ്. ദ പർപ്പസ് ഓഫ് ലൂപ്പിംഗ് സിസ്റ്റം ഓഫ് വയറിംഗ് ഈസ്. ലൂപ്പിംഗ് സിസ്റ്റത്തിന്റെ പർപ്പസ് എന്താണ്? നമുക്ക് അവിടെ ജംഗ്ഷൻ ബോക്സ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് അവിടെ ബെറ്റർ ചോയ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. ദ ഫംഗ്ഷൻ ഓഫ് പോൾ ഷൂസ് ഇൻ DC മെഷീൻസ്. പോൾ ഷൂസിന്റെ ഫംഗ്ഷൻ എന്താ? നമുക്ക് അവിടെ എന്താ ഫ്ലക്സ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. സ്പ്രെഡ് ദ ഫ്ലക്സ് യൂണിഫോംലി ആൻഡ് സപ്പോർട്ട് ദി ഫീൽഡ് കോയിൽസ്.
ഓക്കെ. പിന്നെ അവിടെ DC shunt motor has armature resistance of 0.5 ohm. If the back EMF is 210 volt and when connected to a 220 volt supply, then armature current is. നമുക്കറിയാം EG is nothing but V plus IARA ആണ് ജനറേറ്ററിന്റെ കേസിൽ. അതേപോലെ ബാക്ക് EMF എന്ന് പറഞ്ഞാൽ V മൈനസ് IARA ആണ് അല്ലെ. അപ്പൊ ഇത് നമുക്ക് എന്താ വേണ്ടത്? ആർമേച്ചർ കറന്റ് IA ആണ് വേണ്ടത്. അപ്പൊ IA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V മൈനസ് CB ബൈ RA ആണ് അല്ലെ. V എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 220 തന്നിട്ടുണ്ട്. 220 മൈനസ് 210 ഡിവൈഡ് ബൈ 0.5. അപ്പൊ 10/0.5 അല്ലെ. അപ്പൊ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 100/5. 20 ആംപിയർ. ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. ഓക്കെ. 54. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി DC മെഷീൻ ലോസസിന്റെ കേസിലാണ്. ഏതാ കറക്റ്റ് ആൻസർ ആയിട്ട് എന്താ? കോപ്പർ ലോസ് ആണ് വേരിയബിൾ ലോസസ്, കറക്റ്റ് ആണ്. അയൺ ലോസ് ആർ കോൺസ്റ്റന്റ് ലോസസ്, കറക്റ്റ് ആണ്. മെക്കാനിക്കൽ ലോസസ് ഇൻക്ലൂഡ് ഫ്രിക്ഷൻ ആൻഡ് വിൻഡി ലോസ്, കറക്റ്റ് ആണോ? സ്റ്റൈലോൺ ലോസസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ലോഡ് ആണോ? അല്ല. അപ്പൊ 1, 2 and 3 ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ആഡ് ആക്കിയിട്ടുണ്ട്. ആർമേച്ചർ റിയാക്ഷൻ DC ജനറേറ്റർ കോസസ് இந்த ആർമേച്ചർ റിയാക്ഷൻ കാരണം നമുക്ക് അവിടെ ടെർമിനൽ വോൾട്ടേജ് ഡിക്രീസ് ആകുന്നു. ഡിക്രീസ് ഇൻ ടെർമിനൽ വോൾട്ടേജ് ആൻഡ് MNA ഷിഫ്റ്റിംഗ് അല്ലെ. ദ പർപ്പസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷസ് ഇൻ DC മോട്ടോർ എന്തിനാ? നമുക്കവിടെ DC മോട്ടറിന്റെ കേസിലാകുമ്പോൾ നമുക്കവിടെ യൂണി ഡയറക്ഷണൽ ടോർക്ക് നമുക്കവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതാണ് ബെറ്റർ ചോയ്സ്. 57. ഇൻ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓഫ് DC മോട്ടോർ എന്താ? റീജനറേറ്റീവ് ബ്രേക്കിംഗിന്റെ കേസിൽ മോട്ടോർ റൺസ് ജനറേറ്റർ ആൻഡ് ഫീഡ്സ് ദ പവർ ബാക്ക് ടു ദി സപ്ലൈ അല്ലെ. സിമ്പിൾ കാര്യങ്ങളാണ്. എ DC മെഷീൻ ഹാസ് 8 പോൾസ് ആൻഡ് 800 കണ്ടക്ടേഴ്സ് വിത്ത് ദി വേവ് വൈൻഡിങ്. നമ്പർ ഓഫ് പാരൽ പാത്ത് നിങ്ങൾക്ക് അറിയാം. A is nothing but P for lap winding and A is nothing but 2 for wave winding. വേവ് ആണെന്നുണ്ടെങ്കിൽ 2 ആണ് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ബെറ്റർ ചോയ്സ്. 59. ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ റൊട്ടേറ്റ്സ് അറ്റ്. എന്താ? ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ റൊട്ടേറ്റ്സ് അറ്റ് എന്താ? സിംഗിൾ സ്പീഡിൽ തന്നെയല്ല റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവാം. 50 Hz 4-pole induction motor runs at 1425 RPM. The slip frequency is നമുക്കറിയാം NS is nothing but 120 F/P ആണ് അല്ലെ. നമുക്ക് അവിടെ സ്ലിപ്പ് ഫ്രീക്വൻസി പറഞ്ഞു കഴിഞ്ഞാൽ S/F ആണ് വരുന്നുണ്ടാവുക. അപ്പോ നമുക്കവിടെ S കണ്ടുപിടിക്കണം ഫസ്റ്റ്. അവിടെ NS എന്ന് പറഞ്ഞാൽ 120 F/P ആണ്. അപ്പൊ 120 into ഓക്കെ 120 F എത്രയായിരുന്നു? 4 അല്ലെ. ഇതേപോലെ സോറി 50 Hz 4. അപ്പൊ 30 into 1500 വന്നു. ഓക്കെ. അപ്പൊ S എന്ന് പറഞ്ഞാൽ എന്താ? സ്ലിപ്പ് NS മൈനസ് NR/NS. അപ്പൊ 75/1500 2 times 1/20 എന്ന് പറയുമ്പോൾ 0.05 അല്ലെ. അപ്പൊ 0.05 into 50 25 സോറി 250 2.5. ഓക്കെ. ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി ട്രാൻസ്ഫോമർ കൂളിംഗ്. ONAN is used for small transformers, correct ആണ്. ONAF is used for cooling. Okay. OFAF is used for large transformers, correct ആണ്. Dry transformers are used for അല്ലല്ലോ. ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. Which main transformer protect against the internal fault അല്ലേ. Internal fault. Cogging in induction motor is caused by the interaction between the stator and the rotor teeth. അതാണ് കോഗിങ് അല്ലെ. ക്രോളിംഗും ഉണ്ട് കോഗിങ്ങും ഉണ്ട്. അപ്പൊ ക്രോളിംഗ് എന്താണെന്ന് എല്ലാവർക്കും താഴെ കമന്റ് ചെയ്യാം. ഓക്കെ. 64. A transformer has iron loss of 100 watts and full load copper loss of 400 watts. The maximum efficiency occurs at load. Maximum efficiency
നമുക്കറിയാം എന്താ പറയുക എക്സ് സ്ക്വയർ ടൈംസ് 400 ഷുഡ് ബി ഈക്വൽ ടു 100 ആണ്. അപ്പൊ എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം 1/4ന്റെ റൂട്ട് ആയിരിക്കണം. അപ്പൊ 1/2 ഹാഫ് ലോഡ്. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. ക്രോളിംഗ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്രോളിംഗ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഈ കോസ്ഡ് ബൈ എന്തുകൊണ്ടാ നമുക്ക് അവിടെ ഹാർമോണിക്സ് അല്ലെ, സ്പേസ് ഹാർമോണിക്സ് ഇൻ എയർ ഗ്യാപ്പ്. ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി സിംഗിൾ ഫേസ് മോട്ടോഴ്സ്. സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല, ഫേസ് ഷിഫ്റ്റിംഗ് ഉണ്ട്, കപ്പാസിറ്റർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെയോ ഷെയ്ഡഡ് പോൾ മോട്ടോഴ്സ് ആണ് യൂസ്, കറക്റ്റ് ആണ്. സെൻട്രിഫ്യൂഗൽസ് വെച്ച് ഡിസ്കണക്ട് ദി സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് ഓഫ് ദ മോട്ടോർ റീച്ച് സ്പീഡ്, കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദി അബോവ്. ഓപ്ഷൻ ഓപ്ഷൻ ഡി, സോറി ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. 1, 2, 3 and 4 ആർ കറക്റ്റ്. ഹണ്ടിങ് ഇൻ സിംഗ്ലസ് മോട്ടോർ ഈസ്, ഹണ്ടിങ് എന്ന് പറയുമ്പോൾ സിഗ്നൽ സ്പീഡിനെ അബൌട്ട് ഓസിലേഷൻ നടത്തുന്നത്. ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. ഡാമ്പർ വൈൻഡിങ് ഇൻ സിംഗ്ലസ് മോട്ടോർ ഈസ് യൂസ്ഡ് ഫോർ ഡാമ്പർ വൈൻഡിങ്. എന്തിനാ നമുക്ക് അവിടെ ഹണ്ടിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത് അല്ലെ ഡാമ്പർ വൈൻഡിങ്. ഹണ്ടിങ് എന്താണ് നമ്മൾ പഠിച്ചു, അപ്പൊ ഹണ്ടിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ടിംഗ് ആൻഡ് പ്രിവെന്റിംഗ് ഓഫ് ഹണ്ടിങ്, സോറി സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യും. പിന്നെ അതുകൊണ്ടാണ് ഹണ്ടിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്പർ സിസ്റ്റം വിത്ത് ബേസ് 8 is called octal നമ്പർ സിസ്റ്റം. ബൈനറി എന്താണെന്നോ ഡെസിമൽ എന്താണെന്നോ ഹെക്സാഡെസിമൽ എന്താണെന്നോ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, ഡെസിമൽ നമ്പർ 156 ഇൻ ബൈനറി ഈസ് 156. അപ്പോ 1, 2, 4, 8, 16, 32, 64, 128. 128 എന്തായാലും വേണം. പിന്നെ 128 64 പറ്റില്ല, 32 പറ്റില്ല. പിന്നെ 128 16 എത്ര വരും? 144 വന്നു. 144 8 152 വന്നു. 152 for 156. അപ്പൊ 1001 1100. ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. ഓക്കെ, 71. ഓക്കെ, നമ്മള് മെഷീൻ എന്താ പറയണ്ടേ, കൂടുതലും എന്താ പറയണ്ടേ, നമ്മൾ ഇലക്ട്രിക്കലിന്റെ പോർഷൻസ് ആണ് കൂടുതൽ ആഡ് ആക്കിയിരിക്കുന്നത്. 70+30 എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഇടക്ക് നോക്കാം, ഇനി നമുക്കത് നോക്കാം. അത് ഓക്കെ, ഞാൻ മുഴുവനായിട്ട് 71. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി കൗണ്ടേഴ്സ്. അപ്പൊ 60+40 ആയിരുന്നല്ലോ, അല്ല 70 ഇങ്ങനെയായിരുന്നു ഇലക്ട്രിക്കലും ഹെക്കോ. അപ്പൊ ഇതില് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇനി കുഴപ്പമില്ല, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഫേസ് ചെയ്യാം. സിംഗ്രണസ് കൗണ്ടേഴ്സ് ഹാസ് ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ക്ലോക്ക്ഡ് സൈമൾട്ടേനിയസ്ലി, കറക്റ്റ് ആണ്. അസിംഗ്രണസ് കൗണ്ടർ ഇസ് ഓൾസോ ട്രിപ്പിൾ കൗണ്ടർ, കറക്റ്റ് ആണ്. ഡെക്കേഡ് കൗണ്ടർ കൗണ്ട്സ് ഫ്രം 0 to 9, കറക്റ്റ് ആണ്. മോഡ് 16 കൗണ്ടർ നീഡ്സ് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ്, ആണോ? അല്ല, നമുക്കവിടെ 4 വേണം. 1, 2 and 3. ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. The output of XOR gate when both the inputs are same. നമുക്ക് അവിടെ XOR ഗേറ്റ് ഉണ്ട്, XNOR ഗേറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ XOR ഗേറ്റ് ആകുമ്പോൾ എന്താ പറയുക, രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്താ 0 ആണ്. XNOR ഗേറ്റ് ആണെങ്കിൽ രണ്ട് ഇൻപുട്ട് സെയിം ആണെന്നുണ്ടെങ്കിൽ 1 ആണ്. BCD, ബൈനറി കോഡഡ് ഡെസിമൽ അല്ലെ. ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. മൾട്ടിപ്ലക്സർ ഈസ് ഓൾസോ കോൾഡ്. മൾട്ടിപ്ലക്സർ എന്ന് പറയുമ്പോൾ ഡാറ്റ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോ സോറി, മൾട്ടിപ്ലക്സർ എന്ന് വെച്ചാൽ ഡാറ്റ സെലക്ടർ, അതായത് മെനി ടു വൺ അല്ലെ, മെനി ടു വൺ. ഇപ്പൊ ഡാറ്റ സെലക്ടർ. എ 4-bit ബൈനറി കൗണ്ടർ can count the maximum up to 4-bit ആകുമ്പോ 0 to 15 വരെ അല്ലെ. ലാച്ചിങ് കറന്റ് ഓഫ് SCR, this minimum current to keep the SCR in on state after the gate pulse is removed. ലാച്ചിങ് കറന്റും ഹോൾഡിംഗ് കറന്റ് എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി കൺവേർട്ടേഴ്സ്. ഏതാ കറക്റ്റ്? റെക്ടിഫയർ കൺവേർട്സ് AC to DC, കറക്റ്റ് ആണ്. ഇൻവേർട്ടർ DC to AC, ചോപ്പർ DC to വേരിയബിൾ DC, ഫിക്സഡ് DC to വേരിയബിൾ DC.
Cyclo converter converts AC of the one of the frequency of to AC of the different frequency. Correct ആണ്. All of the above. Option A ആണ് better choice. A single phase half wave rectifier fed from 230 volt AC supply. The DC output voltage is approximately. ഇതിൽ വി ഡി സി എന്ന് പറഞ്ഞാൽ എന്താ വി എം ബൈ പൈ ആണ് വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ എത്ര ആൻസർ വരിക? ഇവിടെ നമുക്ക് 230 വോൾട്ട് ആർ എം എസ് ആണ്. അപ്പൊ 230 ഇൻറ്റു √2/5. അപ്പൊ 230 ഇൻറ്റു √2 എന്ന് പറയുമ്പോൾ എത്ര വരും അപ്രോക്സിമേറ്റ്ലി? 230 ഇൻറ്റു √2 എന്ന് പറയുമ്പോൾ ഓക്കെ, ഇതിൽ നമുക്ക് ബെറ്റർ ചോയ്സ് എന്താ? ബി അല്ല, ഡി ആവോ? എന്തായാലും വരില്ല. ഓപ്ഷൻ ബെറ്റർ ചോയ്സ് സി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കടത്തില്ല. ഓക്കെ, ജി ടി ഒ ക്യാൻ ബി ടേൺഡ് ഓഫ് ബൈ എന്താ? നമുക്ക് അവിടെ നെഗറ്റീവ് ഗേറ്റ് പൾസ് കൊടുത്താൽ മതി. ബൈ അപ്ലൈങ് നെഗറ്റീവ് ഗേറ്റ് പൾസ്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് മോസ്ഫെറ്റ് ഓർ ബി ജെ ടി. മോസ്ഫെറ്റ് നമുക്കറിയാം എന്താ? ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ആണെന്ന് നമുക്കറിയാം. അതേപോലെ ഫാസ്റ്റ് സ്വിച്ചിങ് ആണ് അല്ലെ, ഹൈ ഇൻപുട്ട് ഇംപെഡൻസ്. പി ഡബ്ല്യു എം സ്റ്റാൻഡ്സ് ഫോർ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ അല്ലെ. ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. A 12-watt battery is connected to an inverter with 85% efficiency. To get 230 volt and 100 watt AC output, the DC input power is approximately. നമുക്കറിയാം എഫിഷ്യൻസി ആണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പൊ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് ബൈ എഫിഷ്യൻസി. അപ്പൊ 100/0.85 വരും. 85 അല്ല, 100 അല്ല, 150 വരൂല. അപ്പൊ 118 ബെറ്റർ ചോയ്സ്. The efficiency of a centrifugal pump is maximum വെൻ ഓപ്പറേറ്റിംഗ് അറ്റ്. നമ്മളെ മെക്കാനിക്കലിലേക്ക് വന്നു. അപ്പൊ ബെസ്റ്റ് എഫിഷ്യൻസി പോയിന്റ് ബി ആണ് ബെറ്റർ ചോയ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇത് നിങ്ങൾ നോക്കാട്ടോ. ഓക്കെ, മെക്കാനിക്കലി ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾ അറിയുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ മെക്കാനിക്കൽ ആണ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കാം, എന്നിട്ട് എന്താ കമന്റ് ചെയ്ത് പോവാ. ഓക്കെ, നമ്മളവിടെ യൂസ് ചെയ്തതിൽ എന്താ പറയണ്ടേ, മെക്കാനിക്കല് കുറച്ച് പോർഷൻസ് അവിടെ നിന്ന് എന്താ പറയണ്ടേ, ഒന്ന് കുറഞ്ഞു പോയി. അല്ല, വെയിറ്റേജ് അവിടെ എടുത്ത് കുറഞ്ഞു പോയിട്ടുണ്ട്. എനിവേ 98, 99, 100. ഓക്കെ, അപ്പോ ഇതിൽ നമുക്ക് അവിടെ 83-70 എന്നുള്ള രീതിയിലാണ് നമ്മളെ തൊഴിൽ വീതിക്കാർ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു 60+40 എന്നുള്ള രീതിയിലാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. എനിവേ എന്താ പറയണ്ടേ, ആൻസർ കീ ഇതാട്ടോ. ഓക്കെ, ആൻസർ കീ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണത്തിന്റെ ആൻസർ കീ ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ താഴെ കറക്റ്റായിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.